കലാകാരനുമപ്പുറം ഒരു കൂടപ്പിറപ്പിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് ചാലക്കുടി നിവാസികൾ. മണിയോടുള്ള ആദരസൂചകമായി ചാലക്കുടി ടൗണിലെ കടകൾ വൈകിട്ട് 6 മണിവരെ അടച്ചിടും. വിശദാംശങ്ങളുമായി ചാലക്കുടിയിലെ വസതിയിൽ നിന്നും ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, എപ്പോഴായിരിക്കും അവിടേക്ക് മണിയുടെ മൃതദേഹം എത്തുക? വലിയ ഒരു ജനാവലി വിവിധ മേഖലകളിൽ നിന്നുള്ള സമൂഹത്തിൻ്റെ അവിടെ കൂടിയിട്ടുണ്ടോ? പ്രജീഷ്, ചാലക്കുടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ കലാഭവൻ മണിയുടെ മൃതദേഹം പൊതുദർശനത്തിനായി വെക്കുന്ന സംഗീത നാടക അക്കാദമിയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനത്തിനായി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ അവസാനമായി കാണുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനുമായി സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് സംഗീത നാടക അക്കാദമി പരിസരത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്ന്, ചലച്ചിത്ര മേഖലകളിൽ നിന്ന് നടൻ ജയറാം, ശിവജി ഗുരുവായൂർ, ജയരാജ് വാര്യർ, ലിഷോയ്, സംവിധായകൻ പ്രിയനന്ദനൻ, വി കെ ശ്രീരാമൻ തുടങ്ങിയ പ്രമുഖർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ദുൽഖർ സൽമാൻ, ബിജു, സണ്ണി വെയിൻ തുടങ്ങിയവരും ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നേരത്തെ തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി സംഗീത നാടക അക്കാദമിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, DCC പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കുട്ടി, അതുപോലെ തന്നെ BJPയുടെ നേതാക്കൾ, അങ്ങനെ രാഷ്ട്രീയ വേർതിരിവില്ലാതെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകളും ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളവരിൽ ഭൂരിഭാഗം ആളുകളും. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ തന്നെ ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലുമായി താഴേക്കിടയിലുള്ള സാധാരണക്കാരുമായ ആളുകളുമായായിരുന്നു മണിക്ക് ഏറ്റവും ആത്മബന്ധം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട്, സ്വയാധ്വാനം കൊണ്ട് ഉയർന്നു വന്ന ചലച്ചിത്ര രംഗത്തെത്തുകയും അതുപോലെ തന്നെ നാടൻപാട്ട്, മിമിക്രി തുടങ്ങി വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച തൻ്റെ കഴിവിലൂടെ തന്നെ അദ്ദേഹം ഉയർന്നു വന്ന ഒരു കലാകാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു താരചാടുകളൊന്നും ഇല്ലാതെ തന്നെ താൻ ശ്രദ്ധേയനായ പ്രശസ്തിയെല്ലാം എത്തിയ സമയത്തും ചാലക്കുടിക്കാരുമായുള്ള ആത്മബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ ഏറെ തൽപരനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ള സാധാരണ ജനങ്ങളുടെ വലിയ നിര തന്നെയാണ് ഇപ്പോൾ സംഗീത നാടക അക്കാദമി പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടിയായത്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയോടുകൂടിയാണ് അദ്ദേഹത്തെ ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ നില ഗുരുതരമാവുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വിഷാംശം കടന്നതായുള്ള സംശയത്തെ തുടർന്നാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള തീരുമാനം എടുത്തത്. ആരോഗ്യ വിദഗ്ധരിൽ നിന്നുള്ള ഇത്തരത്തിൽ ആശുപത്രി അധികൃതർ ആ സമയത്ത് തന്നെ, ഈ വിഷാംശം കണ്ടെത്തിയ സമയത്ത് തന്നെ ഈ സംഭവം നടന്നിരിക്കുന്ന അല്ലെങ്കിൽ മണിയുടെ വീട് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മണിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയിട്ടുള്ള ചേരാനെല്ലൂർ പോലീസിന് വിവരം അറിയിച്ചിരുന്നു. തുടർന്ന് ചേരാനെല്ലൂർ പോലീസിൻ്റെയും അതുപോലെ തന്നെ ചാലക്കുടി പോലീസിൻ്റെയും സംയുക്തമായ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ സംബന്ധിച്ച അന്വേഷണം നടത്തിവരികയാണ്. സമയം മുമ്പ് മണിയുടെ വീടിനോട് ചേർന്നുള്ള, അതായത് മണിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഔട്ട് ഹൗസിൽ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ അസ്വാഭാവികമായ തരത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും ഈ അസ്വാഭാവികതയെപ്പറ്റി അല്ലെങ്കിൽ ദുരൂഹതയെപ്പറ്റിയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനായി പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വരേണ്ടതുണ്ട്. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം സംഗീത നാടക അക്കാദമിയിലേക്ക് പുറപ്പെട്ടത്. പുറപ്പെടുന്ന വേളയിൽ മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി ധാരാളം പേർ തടിച്ചുകൂടിയിരുന്നു. ഇവരുടെ നിരന്തരമായ അഭ്യർത്ഥനയെ മാനിച്ച് മെഡിക്കൽ കോളേജ് പരിസരത്ത് 5 മിനിറ്റ് നേരം പൊതുദർശനം നടത്തിയിരുന്നു. ആ പൊതുദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം സംഗീത നാടക അക്കാദമിയിലേക്ക് റോഡ് മാർഗം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കലാഭവൻ മണിയുടെ ഭൗതിക ശരീരം സംഗീത നാടക അക്കാദമി പരിസരത്ത് എത്തിക്കുകയും ഇവിടെ പൊതുദർശനത്തിന് വെക്കുകയും ചെയ്യും.
ഏതായാലും ഇപ്പോൾ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുകയാണ്. രാഷ്ട്രീയ രംഗത്ത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, EP ജയരാജൻ MLA തുടങ്ങിയ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും BJPയുടെയും ഉന്നത നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ചലച്ചിത്ര രംഗത്ത് നിന്ന് നടൻ ജയറാം, ശിവജി ഗുരുവായൂർ, ജയരാജ് വാര്യർ, ലിഷോയ്, സംവിധായകൻ പ്രിയനന്ദനൻ, VK ശ്രീരാമൻ, മേഘരൂപൻ തുടങ്ങിയ ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും നിരവധി പ്രമുഖർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും ഇവിടെ അരമണിക്കൂർ നേരമാണ് പൊതുദർശനം നടത്തുന്നതിനായി ആലോചിച്ചിട്ടുള്ളത്. 11:00 അക്കാദമിയിലെ സംഗീത നാടക അക്കാദമി പരിസരത്തെ പൊതുദർശനം ആരംഭിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നതെങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിലുള്ള കാലതാമസം ഉണ്ടായതിനെ തുടർന്നാണ് ഈ സംഗീത നാടക അക്കാദമിയിലെ പൊതുദർശനം ഇത്തരത്തിൽ നീണ്ടുപോയത്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് പരിസരത്ത് അദ്ദേഹത്തെ കാണുവാനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമായി ധാരാളം പേർ തടിച്ചുകൂടിയതിനെ തുടർന്ന് അവിടെയും ചെറിയ രീതിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച് ആദരങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി ഉള്ള അവസരം ഉണ്ടാക്കിയിരുന്നു. ഏതായാലും ഇപ്പോൾ സംഗീത നാടക അക്കാദമി പരിസരത്ത് വൻ സജ്ജീകരണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം സൂക്ഷിക്കുന്ന ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനും അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിനും വേണ്ടി ഇപ്പോൾ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം ആദ്യം ഓട്ടോറിക്ഷ തൊഴിലാളിയായും മറ്റും സ്വയം അധ്വാനത്തിലൂടെ ഉയർന്നു വന്ന ഒരു കലാകാരനാണ്. തുടർന്ന് അമ്പിളി സംവിധാനം ചെയ്ത സമുദായം എന്ന ചിത്രത്തിലൂടെ ചെറിയ വേഷത്തിലൂടെ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം അക്ഷരം എന്ന സിനിമയിലൂടെയാണ് അല്പം ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം സല്ലാപം എന്ന ചിത്രത്തിലെ ചെത്തുകാരൻ്റെ വേഷത്തിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടനായി മാറുകയും തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര നടൻ എന്ന രീതിയിലുള്ള ചലച്ചിത്ര രംഗത്തെ കരിയർ ബിൽഡപ്പ് ആകുന്നത്. അതിനുശേഷം നിരവധി ചിത്രങ്ങൾ വില്ലനായും നായകനായും സഹനടനായും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി ചിത്രങ്ങൾ 200-ലധികം ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പാടി അഭിനയിച്ചിരിക്കുന്ന ഗായകൻ എന്ന നിലയിലും അതോടൊപ്പം തന്നെ തിരക്കഥാകൃത്ത് അതോടൊപ്പം സംഗീത സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹം തൻ്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. ഈ സിനിമാ രംഗത്തിന് സമാന്തരമായി തന്നെ നാടൻ പാട്ട് കലാരംഗത്തും അദ്ദേഹം ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് നാടൻ പാട്ടുകളിലെ കോർത്തിണക്കിക്കൊണ്ടുള്ള കാസറ്റ് പരമ്പരകൾക്ക് തുടക്കമിട്ടത്. അത്തരത്തിലൊരു വലിയ തരംഗത്തിന് തന്നെ, ഒരു വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ച കലാഭവൻ മണി, അദ്ദേഹത്തിന് നിരവധി ആളുകളാണ് ഉള്ളത്. പ്രത്യേകിച്ച് അദ്ദേഹം കടന്നു വന്നത് മിമിക്രി കലാരംഗത്തൂടെയാണ് അദ്ദേഹം കലാരംഗത്തേക്ക് കടന്നു വരുന്നത്. പ്രത്യേകിച്ച് കലാഭവൻ മണി എന്ന പേര് ലഭിക്കുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന കാലത്ത് തന്നെ മിമിക്രി ചെയ്യുന്നതിന് വേണ്ടി കലാഭവൻ ഫാദർ ആബേലിൻ്റെ നേതൃത്വത്തിലുള്ള കലാഭവൻ ട്രൂപ്പിൽ അദ്ദേഹം എത്തിപ്പെടുകയും അവിടെ നിന്നാണ് അദ്ദേഹം കൂടുതൽ കലാരംഗത്തേക്ക് എത്തുന്നത്. അവിടെ നിന്നാണ് കലാഭവൻ എന്ന പേര് മണിയുടെ പേരിനൊപ്പം ചേർക്കപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മൃതദേഹം സംഗീത നാടക അക്കാദമിയിൽ എത്തിച്ചേരും. അക്കാദമിയിൽ ദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി നിരവധി പേരാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ദിൽജിത്ത്, ഒരുപക്ഷെ ജന്മനാടിനെ ഇത്രത്തോളം തൊട്ടറിഞ്ഞ ഒരു കലാകാരൻ ഉണ്ടാകില്ല. എവിടെ പോയാലും മണി തിരിച്ചെത്തുക ഒരുപക്ഷെ എപ്പോഴും സമയം കണ്ടെത്തിയിരുന്ന ജന്മനാട്ടിൽ ചിലവഴിക്കാൻ. അത്തരത്തിൽ ജന്മനാട്ടിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഒക്കെ തന്നെ പ്രകടിപ്പിച്ച ഒരു കലാകാരന് സുഹൃത്തുക്കളും ഒക്കെ നൽകുന്ന അന്ത്യാഞ്ജലി എത്രത്തോളമാണ് അവിടെ വിവിധ മേഖലയിലുള്ള പങ്കാളിത്തം, സുഹൃത്തുക്കളുടെ സാന്നിധ്യം, സിനിമാ ലോകത്തെ സാന്നിധ്യം, അത്തരത്തിലൊക്കെ തന്നെ? തീർച്ചയായും പ്രജീഷ്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്ന ശേഷവും അദ്ദേഹം ഇത്തരത്തിൽ ചാലക്കുടിക്കാരുമായുള്ള ബന്ധം അല്ലെങ്കിൽ അത്തരത്തിൽ സാധാരണക്കാരുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി അദ്ദേഹത്തിന് വലിയൊരു സൗഹൃദം വലയം ഉണ്ടായിരുന്നു. ചലച്ചിത്ര രംഗത്തേക്ക് എത്തിയ ശേഷവും അദ്ദേഹം ഒഴിവുവേളകളിൽ ഷൂട്ടിങ്ങും മറ്റ് തിരക്കുകളും ഇല്ലാത്ത സമയങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ചാലക്കുടിയിൽ എത്താനും മുൻപുണ്ടായിരുന്ന സൗഹൃദങ്ങൾ
പുതുക്കാനും അത്തരത്തിലുള്ള സാധാരണക്കാരുമായി ഇടപഴകുന്നതിലെല്ലാം അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിരുന്നു. അദ്ദേഹത്തിൽ പാവപ്പെട്ട സാമ്പത്തികമായി താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകളുമായി സൗഹൃദം പങ്കുവയ്ക്കാനും അവർക്ക് അത്താണിയാകുവാനുള്ള ഒരു മുൻകൈ എടുക്കാനുമൊക്കെ അദ്ദേഹം ഏറെ ശ്രദ്ധിച്ചിരുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയേറെ സ്വീകാര്യതയുള്ളതും. ചാലക്കുടിക്ക് പ്രത്യേകിച്ച് ചാലക്കുടിക്കാരുടെ ഒരു വികാരം എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ കലാഭവൻ മണിയുടെ വിയോഗം, മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ചാലക്കുടിക്കാർ ഏറെ ഞെട്ടലോടെ കൂടി തന്നെയാണ് ആ വാർത്തയെ ശ്രവിച്ചത്. അത്തരത്തിൽ വികാരപരമായ ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഈ പൊതുദർശനം നടക്കുന്ന ഹാളിലും നമുക്ക് കാണാനാവുന്നത്. പ്രത്യേകിച്ച് പ്രമുഖ വ്യക്തികൾ, സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്ന് എത്തിയ പ്രമുഖ വ്യക്തികൾ അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുമ്പോൾ അക്ഷമരായാണ് ഈ സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഗീത നാടക അക്കാദമി പരിസരത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. തിരക്ക് നിയന്ത്രണാതീതമാകുന്ന തരത്തിൽ ആളുകൾ വീണ്ടും അക്കാദമി പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏത് തരത്തിലാണ് കലാഭവൻ മണി മറ്റ് മലയാള നടന്മാരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് എന്നത് ഈ ഒരു കാഴ്ച കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് തൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ള ഒരാൾ തന്നെയാണ് കലാഭവൻ മണി. താൻ അഭിനയ രംഗത്ത് സജീവമാകുമ്പോഴും രംഗത്ത് സജീവമാകുമ്പോഴും മറ്റുള്ളവരുമായി ഇടപെടുമ്പോഴും തൻ്റെ പക്ഷം ഇടതുപക്ഷമാണ് എന്ന് പറയാൻ യാതൊരു മടിയും. ദിൽജിത്ത് മടങ്ങിയെത്താം. കൂടുതൽ വിവരങ്ങളിലേക്ക്, പൊതുദർശനം സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. പെട്ടെന്ന് മടങ്ങിയെത്താം.